ഗുഡ് മോർണിംഗ്. നമ്മളെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലെ നാലാമത്തെ ഫോർമുല പഠിക്കാൻ പോവാണ്. മൾട്ടിപ്ലൈങ് പവേഴ്സ് വിത്ത് സെയിം എക്സ്പോണൻസ്. ഇതാണ് നാലാം. നമ്മൾ മൂന്നെണ്ണം പഠിച്ചായിരുന്നു അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ, ഡിവിഷൻ വരുമ്പോൾ, പിന്നെ പവർ ഓഫ് പവർ വരുമ്പോൾ. ഓർക്കുന്നുണ്ടല്ലോ അതെല്ലാം? അപ്പോൾ നമുക്ക് നാലാമത് നോക്കാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2⁵3 × 3⁵3 എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? 2 3 ടൈംസും 3 3 ടൈംസും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാൻ ഒന്ന് എഴുതട്ടെ മക്കളെ. നോക്കി, 2⁵3 എന്ന് പറഞ്ഞാൽ 2 3 ടൈംസും 3 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. 1 2 3. ഇങ്ങനെ ഞാൻ എൻ്റെ ഫോർമുലയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഓരോരുത്തരുടെ വിധം പെയർ ചെയ്യുക. ഒരു 2 ഒരു 3യും വെച്ച് പെയർ ചെയ്ത് എഴുതാൻ പോവാണ്. അതായത് ഈ 2ഉം ഈ 3യും. നോക്കിയേ, 2 × 3, അടുത്ത 2 × 3 എടുത്തു, മൂന്നാമത്തെ 2 × 3 എടുത്തു. മനസ്സിലായല്ലോ? ഇനി 2 × 3 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 6 ഇതും 6 ഇതും 6. അപ്പൊ 6 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ടെന്ന് എഴുതി. ഇത് മനസ്സിലായോ? അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് വരുവാണേ. നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതനുസരിച്ച് അല്ല നമ്മൾ ഈ ചെയ്തതെല്ലാം. നമ്മളിപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം എന്നായിരുന്നു? a⁻m × a⁻n = a⁻m+n നമ്മൾ പഠിച്ചില്ലേ? അന്നേരം എന്ത് ഒരുപോലെ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്? ബേസ് സെയിം ആയിരിക്കണം, അവരുടെ പവേഴ്സ് അല്ലെ എക്സ്പോണൻസ് സെയിം ആകണമെന്നില്ല. ഡിവിഷൻ വന്നപ്പോഴും a⁻m / a⁻n എന്ന് പറഞ്ഞപ്പോൾ a⁻m- വന്നപ്പോഴും നമ്മൾ അത് തന്നെയായിരുന്നു. എന്തായിരുന്നു? ബേസ് സെയിം ആകണമായിരുന്നു. പിന്നെ പവർ ഓഫ് പവർ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. a⁻m² എന്ന് പറഞ്ഞാൽ a⁻m × n. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇവിടുത്തെ കേസിൽ നോക്കിയേ, ഇവിടെ ബേസ് സെയിം ആണോ? അല്ല. ഒരിടത്ത് 2 ഒരിടത്ത് 3. ബേസ് സെയിം അല്ല, പക്ഷെ അവരുടെ എക്സ്പോണൻസ് സെയിം ആണ്. നോക്കിയേ, പവേഴ്സ് സെയിം ആണ്, 3 ആണ്. അപ്പൊ ഈ കേസിൽ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ബേസ് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 എത്രയാ? 6. ആ പവർ അത് അതുപോലെ തന്നെ എടുത്തെഴുതി. നോക്കി, ഈ ആൻസർ തന്നെ കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ ഫോർത്ത് ലോ, എക്സ്പോണൻസിലെ ഫോർത്ത് ലോ. എന്താണ്? a⁻m × b⁻m = ab²m. കണ്ടോ? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ബേസസ് ആണ് വരുന്നത്. ഏതാ? ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. ഒന്ന് a ഒന്ന് b. അത് രണ്ടും ഏത് വേണമെങ്കിലും ആകാം. അപ്പൊ എന്താ പറയുന്നത്? a⁻m × b⁻m = ab. എയും ബിയും കൂടി ഇൻറ്റു ചെയ്തിട്ട് അവരുടെ പവർ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇതുപോലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും മാത്രം എഴുതിയാൽ മതി. നമുക്കെല്ലാം ബാക്കി എല്ലാം ഇതുപോലെ തന്നെയാണോ കിട്ടുന്നത് നോക്കാം. എന്നിട്ട് വേണ്ടേ നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടി. ഇതിങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് ഉറപ്പിക്കണ്ടേ? അപ്പൊ സെക്കൻഡ് വൺ ചെയ്യാം. ഏതാണ്? 4⁴ × 3⁴. ഓക്കെ, ഇവിടെ തന്നെ അർത്ഥം 4 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. 1 2 3 4. 3 എത്ര ടൈംസ് ഉണ്ട്? 4. 1 2 3 4. മുമ്പത്തെ പോലെ ഓരോരുത്തരുടെ വീതം ഞാൻ പെയർ ചെയ്ത് എഴുതുവാണ്. 4 × 3. അടുത്ത രണ്ടാമത്തെ 4 × 3. മൂന്നാമത്തെ 4 × 3. നാലാമത്തെ 4 × 3. എത്രയാണ്? 4 × 3 എത്രയാ? 12 × 12 × 12 × 12, that is 12⁴ കിട്ടി. 12 4 ടൈംസ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം അല്ലാതെ എടുത്ത് നോക്കിയേ. 4⁴ × 3⁴. നമ്മുടെ ഫോർത്ത് ഫോർമുല ആയിട്ടുള്ള a⁻m × b⁻m = ab a × b. ഇവിടെ a എത്രയാണ്? 4 × 3⁴. അപ്പം 12⁴. സെയിം സാധനം തന്നെ കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പം ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ നാലാമത്തെ എക്സ്പോണൻസിലെ നാലാമത്തെ ലോ പഠിച്ചു. അതിലോട്ടൊന്ന് എഴുതിയിടാവേ. എന്താണ്? a⁻m × b⁻m = ab²m. കണ്ടോ? ആ ബേസ് തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ബേസ് തമ്മിൽ എന്നാ ചെയ്ത് വെക്കും? മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും. സോറി. അടുത്തത് നോക്കാം. 3⁵2 × a⁻².
ആദ്യം മറ്റേ രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്താൽ മതി. പക്ഷെ ഇതിങ്ങനെ വന്നു എന്ന് നിങ്ങളെ ഞാൻ കാണിക്കുവാണ്. നോക്കിയേ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. മുമ്പത്തെ പോലെ ഓരോരുത്തരെ പേര് ചെയ്യുവാണ്. 3 × എ 3 × എ 3 × എ എന്നാണ് 3a × 3a ആണോ? 2 3a ദാറ്റ് ഈസ് 3a എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കേ എന്തിനാണ് ഇങ്ങനെ പെയർ ചെയ്ത് എഴുതണ്ടേ? അത് നമ്മുടെ ഈ ഫോമുലയിലേക്ക് ഇങ്ങനെ വന്നു. ഇതാ ഇങ്ങനെ ഇതുപോലെ എഴുതിയാൽ ഈ ഫോമുലയിൽ എത്തും. ഇത് എളുപ്പ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇങ്ങനെ എടുത്തെഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതുപോലെ പെയർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ വിചാരിക്കാം 3 3 കൂടി ഇൻറ്റു ചെയ്ത് എഴുതിയാൽ പോരെ എന്ന് വിചാരിക്കും. ഓക്കെ, അടുത്ത a⁴ × b⁴. a എത്ര തവണ? 4 ടൈംസ്. b എത്ര തവണ? 4 ടൈംസ്. ഇനി പെയർ ചെയ്ത് ആദ്യത്തെ a × b, അടുത്ത a × b, അടുത്ത a × b, മൂന്നാമത്തെ എടുത്തു. ഇനി നാലാമത്തെ a × b. മനസ്സിലായ മക്കളെ? ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞ് ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല. ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻറ്റു എന്നാണ് അർത്ഥം. ഓക്കെ, a × b എന്നാ ab × ab × ab ദാറ്റ് ഈസ് ab എത്ര തവണ? ab⁴. അപ്പൊ നമുക്ക് അല്ലാതെ ചെയ്ത് നോക്കാം. നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്തിട്ട് a⁴ × b⁴ എന്നുള്ള അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് the⁴ പവർ അതുപോലെ എടുത്ത് എഴുതി കിട്ടിയില്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ എ ബി എഴുതുമ്പം നിങ്ങൾ ab⁴ നിങ്ങൾ എഴുതിയിടരുത്. അതായത് ഇങ്ങനെ എഴുതിയിട്ടാൽ ഈ 4 എന്നുള്ളത്, ഈ പവർ 4 എന്നുള്ളത് എ ബിക്ക് മാത്രമേ ബാധകമാകത്തുള്ളൂ. ഇത് പക്ഷേ എക്കും കൂടെ ബാധകമാണ്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഇടും. ബ്രാക്കറ്റ് ഇട്ടാൽ എയും അതിനകത്ത് ഉൾപ്പെട്ടു എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? അപ്പം ബ്രാക്കറ്റിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ചുമ്മാ ഇടുന്നൊന്നുമല്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇത് മുഴുവൻ ഒരുമിച്ചുള്ളതാണെന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോമുല. ഫോർത്ത് ഫോമുല എന്നാന്ന് പറഞ്ഞേ? a⁻, ഇപ്പോഴേ പഠിച്ചു. a⁻m × b⁻m = ab a × b അങ്ങനെ പറയാം അല്ലെ? a × b, ab എന്ന് പറഞ്ഞാൽ a × b m. മനസ്സിലായോ? നമുക്ക് ഇതിന്റെ 3-4 പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കാവേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. 4⁵ × 2⁵. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ 2⁵ × b⁵. തേർഡ് വൺ a⁻2 × t⁻2. ഫോർത്ത് വൺ 5⁻6 × -2⁻6. ഫിഫ്ത്ത് വൺ -2⁴ × -3⁴. ഓക്കെ, ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ഫോമുല? ഇത് നോക്കിയേ, ബേസ് വ്യത്യാസമാണ്. ഒന്ന് 4 ഒന്ന് 2, പവർ 2 സെയിം. അപ്പൊ നമ്മുടെ ഏത് ഫോമുല? ഫോർത്ത് ഫോമുല. അപ്പൊ എന്താണ്? a⁻m × b⁻m = ab⁴. ഇപ്പൊ നിങ്ങൾ ഫോമുല പഠിച്ചില്ലേ? ഞാൻ തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇത് കേട്ട് നിങ്ങൾ ഇത് പഠിക്കും കേട്ടോ. അതിനെ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങൾ എക്സാമിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഏത് ഫോമുലയാണ്, ഏത് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്തത് നിങ്ങളൊന്ന് എഴുതിയിടണം. ഇപ്പൊ ഇതുപോലൊരു പ്രോബ്ലം വന്നതുകൊണ്ട് നിങ്ങൾ ഏത് എഴുതി വെക്കണം? ഇത് എഴുതി വെക്കണം. പിന്നെ അതിനൊക്കെ മാർക്കുണ്ട്, അരമാർക്കൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാം ഒക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ സ്റ്റെപ്പിനാണ് മാർക്കുകൾ, അല്ലാതെ ഫുൾ ഫൈനൽ ആൻസറിനല്ല മാർക്ക്. ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫോമുലയ്ക്കൊക്കെ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പൊ ഈ ഫോമുല നിങ്ങൾ എടുത്ത് എഴുതിയിട്ട് വേണം എക്സാം ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ എവിടെ അങ്ങനെ ചെയ്തു? സ്കൂളിൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ മിസ്മാർ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക. ഓക്കെ, 4⁵ × 2⁵. പക്ഷെ ഞാൻ പറയും അത് എഴുതണം. ഞാൻ അതിന് മാർക്ക് കൊടുക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, 4⁵ × 2⁵ നോക്കാം. എന്താണ് നമ്മുടെ ഫോമുല അനുസരിച്ച്? ബേസ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 4 × 2 ഇൻറ്റു ചെയ്തു, പവർ അതുപോലെ എഴുതി. അപ്പൊ ആൻസർ എത്രയാണ്? 8⁻3. എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ. ഇവിടെ ബേസ് വ്യത്യാസം, ഒരിടത്ത് 2 ഒരിടത്ത് b, പക്ഷെ പവേഴ്സ് എക്സ്പോണൻസ് സെയിം ആണ്. അപ്പൊ എന്നാ എഴുതും? 2 × b⁵ ദാറ്റ് ഈസ് 2b ബ്രാക്കറ്റ് ഇടണേ the⁵. അടുത്ത എയും ടിയുമാണ് ബേസ്. അപ്പൊ എന്നാ എഴുതും? a × t പവർ എത്രയാണ്? 2 ദാറ്റ് ഈസ് 80 2. ബ്രാക്കറ്റ് ഇടുക. അടുത്തത് നോക്കിയേ, ബേസസ് ഏതൊക്കെയാണ്?
നമ്മുടെ ഫോർത്ത് ഫോമിലല്ല അപ്ലൈ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നോക്കിയാൽ മതി ബേസ് വ്യത്യാസം. അപ്പൊ 5 ഇൻറ്റു -2 വരും, എന്നിട്ട് പവർ എത്രയാണ് 6 എഴുതും. ഇനി 5 കൂടി ഇൻറ്റു ചെയ്തേ 10, തീർന്നില്ല. 5 പ്ലസ് 2 മൈനസ്, അപ്പൊ പ്ലസ് മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ -10 6. ഇവിടെ അതുപോലെ തന്നെയാണ്. 10ന് നമ്മൾ മൈനസ് വാല്യൂ ഇട്ട് കഴിഞ്ഞപ്പം ഈ പവർ എഴുതുമ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം, മൈനസ് വാല്യൂകൾ ഉള്ളതുകൊണ്ട് ഈ 10ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ പവർ എഴുതാൻ. അതേപോലെ ഇത് നോക്കിയേ, ഇവിടെ ബേസ് വ്യത്യാസം, പവർ സെയിം ആണ്. അപ്പൊ നമുക്ക് എഴുതാം -2 ഇൻറ്റു -3, എന്നിട്ട് പവർ എത്രയാണ് 4. ബേസ് നമ്മൾ ഇൻറ്റു ചെയ്തേ 3 ഇൻറ്റു 2 6. ഇവിടെ നോക്കിയേ -2 -3. അപ്പൊ 2 മൈനസ് വന്നാൽ എന്താ ചെയ്യും? മൈനസ് നമ്മൾ ഇൻറ്റു ചെയ്താൽ പ്ലസ്. പ്ലസിന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പ്ലസ് ഇട്ടാലും പ്രശ്നമില്ല, പ്ലസ് ഇട്ടില്ലാലും പ്രശ്നമില്ല. 6/4 കേട്ടോ. ഇതേപോലെ ആയിരിക്കും പ്രോബ്ലംസ് വരുന്നത്. നിങ്ങൾ മിസ്ലേനിയസ് ആയിട്ട് ഇനി ബാക്കി പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ഒരുമിച്ചാക്കി ചെയ്യുന്നുണ്ട്, എല്ലാം കൂടെ കൂട്ടിയും ചെയ്യുന്നുണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ഇപ്പൊ ഏതായാലും ഇത് നോക്കുക, എന്തുമാത്രം ശ്രദ്ധിച്ചാൽ മതി, ബേസ് വ്യത്യാസമാണോ നോക്കുക. പവേഴ്സ് സെയിം ആണെങ്കിൽ ഉടനെ ഫോർത്ത് വൺ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ മക്കളെ. ഇത് ചെയ്ത് നോക്കണേ, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.